നമ്മളിന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് പോവുകയാണല്ല അഞ്ചുറ്റാ. നമ്മളെങ്ങോട്ടാ പോണത്? പതാക പറത്താൻ വേണ്ടി പോവുകയാണ് ഞാനും അഞ്ചുട്ടനും അല്ലേ. അഞ്ചുട്ടന് സങ്കടം വരുന്നുണ്ട്. അഞ്ചുട്ട വരൂല മടിയൻ അഞ്ചുട്ടൻ. എന്താ പറയണേ? അഞ്ചുട്ടൻ അവിടെ നിർത്തി പോരൂല. അമ്മച്ചിണ്ട്. കുഞ്ഞുസേ അവിടെ പതാക കാട്ടി കൊടുത്ത ചിലപ്പോ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് പിന്നെ പരിപാടിയൊക്കെ കാണുകയാണെങ്കിൽ അംഗൻവാടിക്ക് പായസത്തിന് തന്ന പൈസ അല്ല പൊന്നൂഷേ, കുറ്റിക്ക് ഇടുക എൻ്റെ പൊന്നൂഷ്. കാരണം നമ്മളവിടെ എത്തിയപ്പോക്കും സമയം തീർന്നു പോയിനി. എന്നിട്ട് നിങ്ങളെ പൈസ കുറ്റിക്കിടണേ. അഞ്ചുട്ടൻ അംഗൻവാടിക്ക് പായസത്തിന് കൊടുത്ത 50 രൂപ അഞ്ചുട്ടൻ കുറ്റിക്കിടണ്. കാരണം എന്താ? കുറ്റിക്കിടാൻ കാരണം എന്താ? നമ്മൾ പോയപ്പോൾ പായസം തീർന്ന് അംഗനവാടിയും പൂട്ടി അല്ലേ? അതുകൊണ്ടല്ലേ ഇതാ സ്വാതന്ത്ര്യദിനത്തിൻ്റെ തൊപ്പിയൊക്കെ. ഇനിയിപ്പോൾ അതിന് വലിച്ചെടുക്കുക ഇട്ടത്. ഇനി മതി എടുത്തക്കട്ടെ അമ്മച്ചി. ഈ കുട്ടി കണ്ടോ? ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാ. പക്ഷെ ഇതിനിങ്ങനെ ഒരു പൂപ്പൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പൂപ്പൽ വരുന്നുണ്ട്. ഞാൻ തുടച്ചത്. അത് ഉള്ളു ഒന്നും പോക്കൂലെന്ന് വിചാരിക്കണം. ഉണ്ടാ ഉള്ളു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അഞ്ചൂട്ടൻ പിന്നെ അംഗൻവാടിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ പിട്ടിന് ആവി വരുന്നത് ഗൈസ്. അങ്ങനെ പിട്ടൊക്കെ കഴിച്ച് അഞ്ചൂട്ടൻ അംഗനവാടിക്ക് പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. പോയത് അഞ്ചൂട്ടൻ ഏട്ട് പോവുക. എങ്ങോട്ട് പോവാൻ നിൽക്കുക? അയ്യേ ചീച്ചി കുഞ്ഞാവണ്. അപ്പി അങ്ങനെ പറയാൻ പാടുണ്ടോ പൊന്നോ? അപ്പി അംഗനവാടി ഒന്നും പറയരുത്. എവിടെ പോവാ? ഉച്ചക്ക് മാമു തിന്നണേ. പിന്നെ പട്ടിണി എടുക്കുക? വിശക്കൂലേ? എന്താ അതെന്തുകൊണ്ട്? നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാവും അംഗനവാടിയിൽ. ബിരിയാണി, മുട്ട ബിരിയാണി. ഉമ്മച്ചി ടീച്ചറോട് ചോദിക്കൂട്ടോ മാമു തിന്നണ ബേബീന്ന്. ബേബിന്റെ ബാഗ് സൂപ്പർമാൻ്റെ ബാഗാ. കാണിച്ചു കൊടുത്താ തിരിഞ്ഞ ഉണ്ടോ? ആയി സൂപ്പർമാൻ ഉണ്ടോ നിൽക്കണ? സൂപ്പർമാൻ ബാഗുമ്മല്. ഏത് ഈ സൂപ്പർമാനാണോ ബേബിക്കാ വേണ്ടത്? ഈ സൂപ്പർമാന് ഇത് മുത്തുകാക്ക കൊണ്ടുവന്നതാ സൂപ്പർമാൻ്റെ ബാഗ്. വലിയ സൂപ്പർമാൻ ആവണം. നല്ല ടീച്ചറല്ലേ? മാമു തരൂലേ പൊന്നുഷിന്? അങ്ങനെ പറയരുത്. നല്ല ടീച്ചറാട്ടോ. നല്ലോണം പഠിക്കണേ. എന്താ ABCD പൊന്നുഷ? അവിടെ നനഞ്ഞില്ല ഓനെ. അവിടെ ഇരിക്കണ്ട. ഓനെ ഇവിടെ നനഞ്ഞിക്കാണ്ട് കേറി അവിടെ നിന്നീനി കുറച്ചേരം. എന്നെ വെയിറ്റ് ചെയ്തണ്ട്. ഓനെ ഞാൻ മേലേക്ക് എടുത്തപ്പോ. പൊന്നുഷേ ഉമ്മ തന്നില്ലല്ലോ.
അത് പോരാ, കെട്ടിപ്പിടിച്ച് ഉമ്മ തരണം. മതി എന്നിട്ട് വേണം കോഴിയൊക്കെ വാങ്ങാനാവും. അവിടെ ഒരു വെറൈറ്റി ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇതെന്താ അറിയോ, ഇതൊരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ടീ. എനിക്കെന്തോ ഇതൊരു എനർജി ഉണ്ടാകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനിങ്ങനെ കളറ് മാറും, അതിൽ കിടന്ന് തിളക്കുമ്പോൾ മാറി വരുന്നുണ്ടോ. ഈ ഒരു പൂവ് ഒരു വൈറ്റ് കളറിൽ വരും കേട്ടോ. അതുവരെ അതിൻ്റെ കളറ് ഈ വെള്ളത്തിൽ നല്ലോണം ചേരും. നല്ല വയലറ്റ് കളറ്, നല്ല ഒരു സ്കൈ ബ്ലൂ കളറ് ആവും ഈ വെള്ളം. നല്ലോണം തിളക്കുന്നതിനനുസരിച്ച് ആ പൂവിൻ്റെ കളറ് മൊത്തം വെള്ളത്തിലായി കഴിഞ്ഞാൽ പൂവ് ഒരു വൈറ്റ് കളർ പോലാവും. ഇപ്പോൾ ഇത് ഭയങ്കര ഡാർക്കായി വന്നിട്ടോ. കുറച്ച് ഈ പൂവ് കുറച്ച് വെള്ള കളറായി വരുന്നുണ്ട്. ആ വയലറ്റ് കളറ് അങ്ങനെ ആ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ തോന്നുകയാണ് കേട്ടോ. ഇനി ഇതിലൊരു മാജിക് ഉണ്ട്. കുറച്ച് പഞ്ചസാര ഇടാം, കുറച്ച് ഷുഗർ നല്ലതാണ്. കുറച്ച് ഷുഗർ, കുറച്ച് ലെമൺ, ഇപ്പം ഇത് വയലറ്റ് കളറായി ഗൈസ്. ഇനി ഞാനത് കുടിച്ചോട്ടെ. തീ ഓഫാക്കി ഇതിലൊഴിച്ച് ഈ പൂവും ഇതിൽ നിന്ന് കഴിക്കാട്ടോ, പൂവും കഴിക്കാം. ഇപ്പം ഇത് കണ്ടോ, ഈ പൂവ് എൻ്റെ കളറ് മൊത്തം പോയി. പക്ഷെ ഇത് കുടിച്ചിട്ട് എനിക്ക് നല്ലൊരു അടിപൊളി ടീ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. നല്ലൊരു നമ്മുടെ തേയിലനെക്കാട്ടിലും എനിക്കിത്
നല്ല സൂപ്പറായിട്ട് തോന്നി. ഞാനിത് കുടിച്ചോട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നൈസ്. ലെമണിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കുടിക്കാൻ. സൂപ്പർ. ഇനി പൂച്ചമാമ കുട്ടിയെ മിയാവ്, ഓടിവാ പൂച്ചമാമൻ്റെ കുട്ടീൻ്റെ തൊള്ള ഇവിടെ. ഫസ്റ്റ് ബേബിയായി. ഇനി അടുത്ത പൂച്ചമാമ വരണേ. അങ്ങനെ അക്വേറിയത്തിലിടാൻ മീമിനെ കൊണ്ടുവന്ന് അഞ്ചുട്ടന് അല്ലേ? അഞ്ചുട്ടനാ? അതെന്താ അമ്മച്ചി പിടിച്ചാല്? ഒരു കീറ കുപ്പായ ഇട്ട് വിൽക്കുന്ന ഒരു കീറ കുഞ്ഞുട്ടൻ. അതുകൊണ്ട് താത്താൻ്റെ കുപ്പായ കേട്ടോ. ഞെക്കരുതിട്ടോ പൊന്നുഷേ. ഏതിനെ? മഞ്ഞ കളറിനെ എനിക്ക് ഇഷ്ടം. ഉമ്മച്ചിക്ക് ഏത് കളറിനെ ഇഷ്ടം അറിയോ? ആ ബ്ലാക്ക്. ഉമ്മച്ചിക്ക് ഇഷ്ടം ബ്ലാക്കിനെ. നല്ല രസമുണ്ട് അല്ലേ? അത് ഗർഭിണിയായിട്ടുള്ള മീനാ. ഇവിടെ ഈ മീനാണെങ്കിൽ നോക്കി, ഈ ഗർഭിണി മീൻ നോക്കി നിലത്തുനിന്ന് പൊങ്ങണില്ല. ഇല്ല അല്ല, ഗർഭിണി ഫിഷ് ഇവിടെ അതാ. ഒക്കെ 2 മീനായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ. ഫോട്ടോ എടുത്തന്നെ. അയ്യോ, അതിന് ഉമ്മച്ചിന്റെ മീൻ. അത് ഉമ്മച്ചിന്റെ മീന്. മഞ്ഞല്ലേ? അതാണ് നിക്കുന്ന. ഉമ്മച്ചി ഫോട്ടോ എടുക്ക. ഏത് ബ്ലാക്കോ? ഈ യെല്ലോ അല്ലേ അഞ്ചുട്ടിന്റെ മീന്? ബ്ലാക്ക് ഉമ്മച്ചിന്റെ. ഓക്കെ. അങ്ങനെ പോവും നമ്മള്. അയിമ പിടിച്ച് കേറല്ലേ? കേറിയാ ഒന്നായിട്ട് പൊട്ടി വീണ് പോവും കേട്ടോ. ചില്ല് മേലെ കൂടെ അങ്ങോട്ട് വീണ് പോവും. അത് ഒട്ടിച്ച് വെച്ചതാ കണ്ടോ, ഈ പശനോണ്ട് ഇതിനോട് ഒട്ടിച്ച് വെച്ചതാ. അത് പൊട്ടിപ്പോവും. അതിമ കേറി വലിഞ്ഞ് കേറരുതിട്ടോ. കറുപ്പ് മീനും ചുവപ്പ് മീനൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് അമ്മച്ചിന്റെ കൃഷി, പൊട്ടറ്റോ കൃഷി, സ്വീറ്റ് പൊട്ടറ്റോ. അതുകൊണ്ട് ഇലകൾ, കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഇലകള്, വേരുകളൊക്കെ ഉണ്ട്. ഇറങ്ങിയാണ് നിറയെ വേരുകൾ വെള്ളത്തിൽ ഇറങ്ങിയാണ്. കാണുന്നുണ്ടോ ഗൈസ്? ഉണ്ടോ? നല്ലോണം വേരുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പോന്ന
ഉമ്മച്ചി അഞ്ചൂട്ടിന് എങ്ങോട്ടാ പോണത്? എങ്ങോട്ടാ പോണത് പറയ്. എങ്ങോട്ടാ? തത്തമ്മ ഇങ്ങോട്ട് നോക്കി പറ. എങ്ങോട്ടാ പോണത്? എന്ത് തത്തമ്മ? ഇത് അഞ്ചൂട്ടിൻ്റെ പുതിയ ചെരുപ്പാ അല്ലേ? ഹൈ എന്ത് രസം. ഈ കാണുന്ന ചെരുപ്പ് മൊത്തം ആരെ ചെരുപ്പ് അറിയോ? ബാപ്പച്ചിൻ്റെ ചെരുപ്പ്. ബാപ്പച്ചി പുതിയ പുതിയ ചെരുപ്പുകൾ ഇങ്ങനെ മേടിക്കണതാ കണ്ടോ. ഇതൊക്കെ പുതിയ ചെരുപ്പുകളാ, പുത്തൻ പുതിയ ചെരുപ്പ് അല്ലേ? പൈസ പച്ച എവിടെ പച്ച കളറ് വെറുതെ തള്ളി വിടണേ? പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ പോണത് കേട്ടോ. അഞ്ചൂട്ടൻ എന്താ വേണ്ടി വേണ്ട ഓടിപ്പോണ്? എന്ത് അത് ഈ കീറവണ്ടിമേലോ? അത് കീറവണ്ടി അതുണ്ട്, എന്നാലും അത് തൊടൂല. നിങ്ങൾ എന്തിനാ എടുത്തേക്കണ ഇങ്ങോട്ട്? എന്ത് ഇതുണ്ടോ കീറവണ്ടി? കീറവണ്ടി അഞ്ചൂട്ടാ, കീറവണ്ടി ഇത് ആ മൂലൊക്കെ ടേസ്റ്റിൻ്റെ ഉള്ളതാ. ബ്രോസ്റ്റ് കഴിക്കത്. ഓട്ടോ പിടിക്കാം, അല്ലെങ്കിൽ അഞ്ചൂട്ടൻ്റെ ജീപ്പ് എടുക്കാം കേട്ടോ. അതിനെന്താ ഒരു പ്രത്യേക തരം ശബ്ദം, അപശകുനം. അഞ്ചൂട്ട കയറ്. അഞ്ചൂട്ട പുതിയ ചെരുപ്പൊക്കെ ഇട്ടണ്. കയറ് അഞ്ചൂട്ടാ. ഓനെ കയറ്റി കയറ് പോയിട്ട് കുഞ്ഞാ. പോയി ഞങ്ങൾ എനിക്ക് നല്ലൊരു ചില്ലി ചിക്കനും ഇതൊക്കെ വാങ്ങിത്തരുമോ? വാങ്ങിത്തരുമോ? നിങ്ങളെന്തേ വാങ്ങിത്തരുമോ? എന്ത് ഉണ്ടാക്കല്ലോ. നല്ല രസമുള്ള ഒരു കട, നല്ലൊരു ഉണ്ടോ പണ്ടത്തെ. കുഞ്ഞോ അയ്യ വിചാരിച്ചതല്ല, മിഠായി അല്ല.
ഒന്നെങ്കിൽ എടുത്തോ. നമുക്ക് പോയോക്കെ അങ്ങോട്ട് മീൻ പിടിക്കണം. വലിയ കോറി ഗൈസ്, നോക്കൂ. ഇതിന്റെ അപ്പുറത്തൊക്കെ വലിയ പള്ളി ഉണ്ടാക്കുന്നത്. ശരിക്കും ഇതൊരു മല തന്നെയല്ലേ ശരിക്ക്? ഒരു അതൊക്കെ പാറ. മണ്ണെടുത്ത് ഇങ്ങനെ ആക്കി. ഇതിന്റെ അപ്പുറവും 2 കോറിയുണ്ട്. അതൊക്കെ എന്താ നെല്ലിക്കമര? ആ മരങ്ങള് ഇതൊക്കെ നെല്ലിക്കമര തോന്നുന്നു. പൂച്ച തിന്നൂല അത് പൊരികള്. കുഞ്ഞുഷേ നമുക്ക് കൊളം. കുഞ്ഞുഷ് കാണുന്നുണ്ടോ? ഓനെ പിടിക്കേ. ഞങ്ങൾ ടൂറ് വന്നതാണ് ഗൈസ്, കോറി കാണാൻ. നോക്കൂ. ഇതെല്ലാം ആയുണ്ടോ? ഓ എന്തോരം വലിപ്പുണ്ടല്ലേ. എത്ര ആൾക്കാര്? എങ്ങനെ ഇതിൽ ചാടിയാ മരിച്ചു? എന്താ? അല്ല, ആയുള്ളവർക്ക് എന്താ, നീന്തറിയണവർക്ക് നീന്തി രക്ഷപ്പെട്ടാ പോരെ? മീൻ പിടിക്കാൻ വന്നവലേക്കാരല്ലേ? ഇവിടെ എന്താ പൊട്ടണത്? അവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. മീൻ ഉണ്ടോ ഇവിടെ? എനിക്ക് തോന്നണ ഒരു മീനിനെ വളർത്ത്. ഇത് എത്രയോ ഉണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ മനുഷ്യ അവിടെ നിൽക്കട്ടോ. ഇതൊക്കെ ചാടിയാൽ വീണ് പോകും മനുഷ്യ. അമ്മച്ചിക്ക് പേടിയാ. ഇവിടെ ഇപ്പുറത്ത് വലിയൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓരങ്ങോട്ടോ പോ. ഈ ഉമ്മച്ചനെ ചീത്ത പറയോ? ചീത്ത പറയുകയാണെങ്കിൽ ഉമ്മച്ചി ഇപ്പം അതിക്ക് ചാടും. ചാടട്ടെ? അങ്ങനെ വീഡിയോ എടുക്കും. അത് കഷ്ണം പൊട്ടിച്ചിട്ടാ കൊതിൻ്റെ പോത്തേറാണ്ട്. പുള്ളിനും പ്രാവനും കൊതിൻ്റെ പോട്ടെ. ഇവിടുത്തെ പുണ്ണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവുക കേട്ടോ. ബാങ്ക് കൊടുത്തണ് ആ സമയത്ത് അങ്ങോട്ട് വന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾക്കൊക്കെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണ്ട. അഞ്ചുട്ടാ പോവല്ലേ? വേണ്ട വേണ്ട, അതിൽ ചാടിയാ മരിച്ചു പോവും. വാ 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 വാ, പാപ്പ അങ്ങോട്ട് പോയി. മീനൊന്നും വേണ്ട. അടുത്ത മീമിനൊന്നും തിന്നാൻ പറ്റൂല. അടുത്ത മീമിനൊന്നും തിന്നാൻ പറ്റൂല. ഇവിടെ ഫുള്ള് കാടാണ്. ഈ ഉണ്ടോ, ഫുള്ള് കാട് പോലത്തെ ഒരു സ്ഥലം. ഇതിലങ്ങോട്ട് പോകാൻ റോഡുണ്ട് കേട്ടോ. അവിടെയാണ് ആൾക്കാർ ഇരിക്കണേ. ഇങ്ങോട്ട് തിരിച്ച് അപ്പോൾ ഇവിടെ വീടൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു പട്ടിക്കുട്ടി പോണ്. കാട്, അങ്ങോട്ട് റോഡുണ്ട്. ഇതുണ്ടോ ഫുള്ള് കോറി. ഓ ഇവിടുന്ന് കുളിക്കാൻ പറ്റുമല്ലോ അല്ലേ? നോക്കി, ഇതിങ്ങോട്ട് വെള്ളം ഒഴിക്കണേ, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. പക്ഷെ
നോക്കി ഇവിടെ പൊരകളും ഉണ്ട് കേട്ടോ. എന്താ അറിയില്ല കേട്ടോ. ഞാൻ വീണ് പോകുന്നു, പതുക്കെ പോകും കേട്ടോ. നിറഞ്ഞൊഴുകുന്നുണ്ട്, എന്തൊക്കെ ഉണ്ട്. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക ഉണ്ടോ? അല്ലോ പറമ്പിന്റെ ഓരോ സ്മെല്ലുകളാണ്, ഓരോ പറമ്പിന്റെ സ്മെല്ലുകളാണ് കോഴി ഇതിനെ വളർത്തുന്നത്. നമ്മള് റോഡിലെത്തി. എടുത്തിട്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ഒരു വാക്ക് കൊടുക്കാം. ഇതാണ് ആശ്രമം. വൈലിന് തുടങ്ങി ഉണ്ടോ? അവിടെ ഒരു ആശ്രമമുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് അല്ലേ? ഇതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച. അത് രാത്രി ആയിട്ടുണ്ട്, മഹരിബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആശ്രമത്തിക്കാ പോണത്. നമ്മളെങ്ങോട്ടാ പോണത്? ആശ്രമത്തിലേക്ക്.
പ്രാർത്ഥന നടക്കുന്നുണ്ട് ഒന്ന്. ഉണ്ടോ ഇവിടെ ഒന്നും ആൾക്കാരില്ല. ഇവിടെ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡൊക്കെ കിട്ടും കേട്ടോ. ദോശയൊക്കെ കിട്ടും, ദോശ ഇഡ്ഡലി അല്ലേ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ എന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ടോ ആളുകൾ കുറേ ഉണ്ട്. ഇതാട്ടോ ആശ്രമം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതങ്ങോട്ട് കയറിപ്പോണ സ്റ്റെപ്പുകളാട്ടോ. ഇതിലങ്ങോട്ടൊക്കെ പോയാൽ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള വ്യൂവാ. ഉണ്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പുകൾ ഞാൻ പോര
ഇവിടെ എന്താ? ഇവിടെ എന്തൊക്കെ ഉണ്ട്? അയ്യോ. ഇവിടെ എന്തൊക്കെ കാണുന്നു? ഇവിടെ നിന്നപ്പം കണ്ടോ ഈ മരത്തുമ്മൽ ഒരൊറ്റ ഇല ഇല്ല, ഒരില പോലും ഇല്ല കണ്ടോ. അങ്ങനെ വണ്ടി അല്ലേ. അവിടുന്ന് പോവുക, തിരിച്ചു പോവുക കേട്ടോ. നോക്കൂ എന്താണ് വ്യൂ ഇവിടുത്തെ അല്ലേ, കാറ്റും വ്യൂ. എന്താ കുഞ്ഞാപ്പിയെ, ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേ? ഗുഡ് നൈറ്റ് പറ.